പക്ഷെ ഡയലോഗ് പറയാമെന്ന് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ വരികൾക്കിടയിൽ വായിക്കുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതിനുള്ളിലാണ് കഥാപാത്രം ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വില്ലേജ് ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഇപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത്, നമ്മളൊരു പേപ്പർ കൊണ്ടുപോകുമ്പോൾ ഇതല്ല, ഇത് മറ്റേ പേപ്പർ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ പിന്നെ കുറേ പുതിയ പേര്, തണ്ടപ്പേര്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നു. എപ്പോഴാണ് ഇയാൾ മാറുക എന്ന് പറയാൻ പറ്റില്ല. ഈ രാഷ്ട്രീയക്കാരൻ പൂന്ത് നിറമാറും പോലെ അപ്പോഴും അപ്പുറത്തും നിൽക്കും ഇപ്പുറത്തും നിൽക്കും, രണ്ട് തോണിയിലും കാലിടും. ഇന്നാണെങ്കിൽ ഓരോ സിനിമയിലും കുറേ ആക്ടേഴ്സ് വരികയാണ്. അപ്പോൾ ഇപ്പം ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇപ്പം പിടിച്ചു നിൽക്കാൻ ഒരു സിനിമയൊന്നും പോരാ, ഒന്നോ രണ്ടോ സിനിമയൊന്നും പോരാ. ശശിയേട്ടാ, ആനന്ദ്, വളരെ സന്തോഷം കണ്ടതിൽ. തിരിച്ചും സന്തോഷം. ഈ നാടകവേദിയിൽ നിന്നാണ് ശശിയേട്ടൻ പിന്നെ സിനിമയിലേക്ക് വന്നത്. അതെ അതെ. ഈ നാടകത്തിൽ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന താങ്കൾക്ക് ആദ്യം സിനിമയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചിന്ത എന്തായിരുന്നു? അത് എന്താണെന്ന് വെച്ചാൽ, ഈ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ എന്ന് പറയുന്നത് രഞ്ജി സാറിൻ്റെ ഒരു ഗ്രൂമിങ്ങിൽ കൂടിയാണ് നമ്മൾ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത്. 31 ആൾക്കാരെ, ഒരു 600ഓളം കലാകാരന്മാരുടെ ഇടയിൽ നിന്ന് അരിച്ചെടുക്കുകയായിരുന്നു. നമ്മളെ ശരിക്കും ഊറ്റിയെടുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വന്നതാണ്. അപ്പോൾ 31 ആൾക്കാർ ഒന്നിച്ച് എൻട്രി ചെയ്യാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഒരു ഗ്രൂമിങ് സെക്ഷനൊക്കെ ആ സിനിമയോട് കൂടിയാണ് തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 14 ദിവസത്തെ ഒരു വലിയ ക്യാമ്പ് തന്നു. അഭിനയം എന്താണ്, സിനിമ എന്താണ്, സിനിമയിലെ അഭിനയം എന്താണ്, നാടകത്തിൽ അഭിനയം എന്താണ്. നാടകത്തിൽ നമ്മൾ ഒരു ലാസ്റ്റ് ബെഞ്ചിലെ പേഴ്സണിന് വേണ്ടിയിട്ടാണ് അഭിനയിക്കുന്നത്. അതിൻ്റെ ഇടയിലുള്ളവരൊക്കെ കണ്ടുകൊള്ളുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ എയിം ഏറ്റവും ലാസ്റ്റിലെ ബെഞ്ചിലെ ഏറ്റവും ലാസ്റ്റ് പേഴ്സണാണ്. അപ്പോൾ നമ്മളെ കൈ ഒന്ന് വലുതാക്കേണ്ടി വരും, നമ്മളെ മിഴികളൊന്ന് നന്നായിട്ട് വിരിക്കേണ്ടി വരും, ശബ്ദം വലുതാക്കേണ്ടി വരും. ഇപ്പോൾ സിനിമക്കാകുന്ന നേരത്ത് നമ്മുടെ മുഖത്ത് പിടിച്ചൊരു കണ്ണാടിയാണല്ലോ സിനിമ, ഒരു ലെൻസാണല്ലോ. അപ്പോൾ നമ്മളതൊക്കെ റെഡ്യൂസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ഒരു ക്യാമ്പിലൂടെ നമ്മൾ പഠിക്കുകയാണ്. അപ്പം അതൊരു വലിയ ഗിഫ്റ്റാണ് ആ ക്യാമ്പ് എന്ന് പറയുന്നത്. കാരണം അതിൽ പലപ്പോഴും നാടകത്തിൽ കഥാപാത്രത്തിനെ അവതരിപ്പിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഷോട്ട് വെച്ച് കട്ട് ചെയ്ത് അടുത്ത ഷോട്ട് വെച്ച് അതേ ഭാഗത്തിൽ അഭിനയിക്കുന്നു. നൈനന്തിരില്ല. അപ്പോൾ ഒരു നാടകം നടത്തുന്ന നിലയിൽ അത് എളുപ്പമായിരുന്നോ സിനിമയിൽ? അത് കുറച്ച് പാട് തന്നെയാണ്. പക്ഷേ നമ്മൾ ഓരോരോ സീനിലും അഭിനയിക്കുന്ന സമയത്ത് എന്തായിരുന്നു എന്ന് ഓർത്താൽ മതി. നാടകത്തിലായാലും ഇപ്പം അമ്മ മരിക്കുന്ന സീനിൽ നമ്മൾ ഇമോഷണൽ ആവുന്ന പോലെ ഇവിടെ ഒരു അമ്മ മരിക്കുന്ന സീൻ വന്നാൽ അതേപോലെ അഭിനയിക്കണം എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ മനസ്സിൻ്റെ ഒരു കൺട്രോളിങ് ആണ് ഇതെല്ലാം. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആനന്ദ് താരതമ്യേന അദ്ദേഹത്തെ വെച്ച് പുതുമുഖം. ആദ്യം അഭിനയിച്ചപ്പോൾ പേടി തോന്നിയിട്ടുണ്ടോ? ആദ്യം അഭിനയിച്ചപ്പോൾ പേടി തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഷോട്ട് എനിക്കറിയില്ല, എനിക്കിപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇതായിരുന്നു നമ്മുടെ പാഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ കുറേ വീഡിയോസും ഷോർട്ട് ഫിലിംസും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കിടക്കുന്നുണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ പേടിയായത്. അയ്യോ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അതായിരുന്നു പേടിയായിരുന്നു. ഒരു പക്ഷേ ആദ്യത്തെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത് ഇതൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. അതെ, ഉറപ്പായിട്ടും ആദ്യത്തെ പടം നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കണമല്ലോ. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. കുറച്ചും നന്നാക്കാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിപ്പോൾ എപ്പോഴാണോ നമ്മളിപ്പോൾ അത് ഇത് ഓക്കെയാണ്, നമ്മൾ ചെയ്ത് ഓക്കെയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തീർന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വേണം, ഇനി ഇമ്പ്രൂവ് ആവാൻ വേണം എന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരാളാണ്. ഇതെല്ലാം ഇതിൻ്റെ അപ്പുറത്ത് എന്തോന്നുള്ള ചിന്തയാണ് ഒരു നടനെ വളർത്തുന്നതും ഒരു ഡയറക്ടറെ വളർത്തുന്നതും. കലാകാരൻ്റെ വളർച്ച അതാണ്. ആ ഒരു ചിന്ത വേണം. ഒരു കഥാപാത്രത്തെ കിട്ടുമ്പോൾ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാറുണ്ടോ? അത് ഡയലോഗ് മാത്രമല്ല, ഈ നമ്മൾക്ക് ഈ കഥാപാത്രത്തിൻ്റെ അസ്തിത്വം ഡയലോഗിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഡയലോഗ് പറയാമെന്ന് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ വരികൾക്കിടയിൽ വായിക്കുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതിനുള്ളിലാണ് കഥാപാത്രം ഉള്ളത്, അല്ലാതെ വരികളിലല്ല. നമ്മളത് തപ്പിയെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മളെ കഥാപരിസരം ആദ്യം മനസ്സിലാക്കണം. കഥാപരിസരത്തുണ്ടായിരുന്ന വസ്തുക്കൾ, ആ സമയത്തുണ്ടാകുന്ന ഇമോഷൻസ് ഉണ്ടല്ലോ, ആ ഇമോഷൻസ് ഇതെല്ലാം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പിന്നെ ഒരു ഡയലോഗ് പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പം ഓരോരോ കാര്യത്തിലും നമ്മൾ നാടകത്തിൽ കൂടിയും ജീവിതത്തിൽ കൂടിയും പിന്നെ സിനിമയിൽ വന്നപ്പോഴൊക്കെ പഠിച്ചെടുത്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു കഥാപാത്രം മോൾഡ് ചെയ്യാൻ കുറച്ച് നമ്മൾ ഹോംവർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ എപ്പോഴും കഥാപാത്രം ഒരു സംവിധായകൻ്റെ ഒരു സാധനമാണ്. അത് ആക്ടറിന് സംവിധായകൻ പറയുന്നത് പോലെയല്ലേ അഭിനയിക്കാൻ പറ്റൂ. അത് അയാൾ കൺസീവ് ചെയ്യുന്ന സാധനമല്ലേ, ഡയറക്ടർ കൺസീവ് ചെയ്യുന്ന സാധനമല്ലേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു നടന് ആ പരിസരം മനസ്സിലാക്കി അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി അഭിനയിക്കാൻ സാധിക്കുക? ഡയറക്ടർ പറഞ്ഞ് ചെയ്തു കൊടുക്കുക എന്നല്ലേ? ആണ്, ഡയറക്ടർ പറഞ്ഞ് ചെയ്തു കൊടുക്കാൻ തന്നെയാണ്. പക്ഷേ നമ്മളത് നമ്മളെ കോൺട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ
കറക്റ്റ് ഡയറക്ടർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അതായത് കൃത്യമായിട്ട് ഡയറക്ഷൻ അറിയുന്ന ഒരു ഡയറക്ടർ അയാൾ പഠിച്ചു വെച്ച കാര്യം നടനിലേക്ക് ഏൽപ്പിക്കുകയല്ല ചെയ്യുക. നമ്മൾ എന്താണോ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു മോഡുലേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവ രീതി ഇതിലേക്ക് നമ്മളെ കൂടെ വരികയാണ് ഡയറക്ടർ ചെയ്യുക. അങ്ങനെ കുറേ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അല്ലാതെ അവർ വിഭാവനം ചെയ്തു നിൽക്കുന്ന ഒരു കാര്യം നമ്മളിൽ നടനിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അയാളുടെ മാത്രമാവുന്നത് ഇതിനൊരു വളർച്ച ഉണ്ടാവില്ല. നടൻ്റേത് കൂടി ആവണം. നടന് സ്വാതന്ത്ര്യം കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ഈ സിനിമയിൽ നിങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ലെന്ന് പറഞ്ഞു, സെറ്റിൽ വെച്ചേ കണ്ടിട്ടുള്ളെന്ന് പറഞ്ഞു. എന്തായിരുന്നു സിനിമയുടെ ഈ സീരീസിൻ്റെ ഒരു അനുഭവം? അത് പറയാതെ വയ്യ. ഞാനൊരു 10 പുഴു വരെ ഒരു 90 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു 3-4 സിനിമ ഇപ്പോഴും അഭിനയിച്ചു. അപ്പോൾ 95 സിനിമേൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പക്ഷേ വെബ് സീരീസിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ എനിക്കൊരു വേറിട്ട അനുഭവമായിരുന്നു ഇത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കാനുള്ള സ്വാതന്ത്ര്യം, കെട്ടിടലുകളില്ല, ഒരുപാട് ആക്രോശങ്ങളില്ല, ഒന്നുമില്ല. ഈ ശ്രീകാന്ത് ഒക്കെ നാളെ വരാൻ പോകുന്ന ഉഗ്രൻ ഡയറക്ടറാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ വരികൾക്കിടയിൽ വായിക്കുക, കഥാപാത്രത്തെ കണ്ടെത്തുക, സിറ്റുവേഷൻ കണ്ടെത്തുക, അതിൻ്റെ ഉഷ്ണവും ചൂടും ഒക്കെ അറിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പം എനിക്ക് കിട്ടിയ ആ മറ്റേ പോർഷൻ ഞാൻ അത്ര കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ അവന് ഡയറക്റ്റ് ചെയ്ത് ഗംഭീരമാക്കി. പക്ഷെ ഞാനത് വായിച്ചപ്പോൾ ഉണ്ടായിരുന്ന രാഹുലിൻ്റെ ആ തിരക്കഥ ഉണ്ടല്ലോ, അത് ഗംഭീരമാണ്. അയാൾക്ക് അതിലൊരു ഭയങ്കര ഒരു പോസിറ്റീവ്നെസ് ഞാൻ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും വരാൻ പോകുന്ന നല്ല 2 പ്രതിഭകളാണ്. അപ്പോൾ എനിക്ക് ഈ സെറ്റിൽ വർക്ക് ചെയ്യാൻ വളരെ കംഫേർട്ടായിരുന്നു. അവർ നമ്മളെ, അതായത് ഞാൻ അവനെ കണ്ടുപിടിക്കിയിരുന്നു. ഇപ്പോൾ ഒരു നേരത്തെ ഞങ്ങളെ സെറ്റിൽ നിന്ന് വിടുന്ന നേരത്തെ ഞാൻ പറഞ്ഞു ഇത് ഗംഭീരമാവും. പിന്നെ ഞാൻ ഡബ് ചെയ്യാൻ പോയുന്ന സമയത്ത് ഒരുപാട് സീൻസ് കണ്ടു. എല്ലാം വളരെ വൃത്തിയായിട്ട് അതിൻ്റെ അടുക്കും ചിട്ടയോട് കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. നന്നാവും, വളരെ ഗംഭീരമാവും. ആനന്ദ്, ഈ സർക്കാർ ഓഫീസിൽ പോയപ്പോൾ എന്തെങ്കിലും ഇതേപോലത്തെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ, ഫേസ് ചെയ്തിട്ടുണ്ടോ നേരിട്ട്? അല്ല, ഈ സർക്കാർ ഓഫീസ് നമ്മൾ ഈ പറയുന്ന പോലെ വില്ലേജ് ഓഫീസ് നമ്മൾ ഈ സ്ഥിരം എപ്പോഴെങ്കിലും പോകേണ്ട ഒരു സ്ഥലമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോയിരിക്കും എന്നുള്ളൊരു ഘട്ടം എത്തുമല്ലോ, നമ്മളെ ലൈഫിലെല്ലാം വേണ്ടി വരും. അപ്പം ഞാനും ആദ്യമായിട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു സത്യം പറഞ്ഞാൽ. എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടില്ലല്ലോ. ആ ഒരു കൺഫ്യൂഷൻ നമുക്കിപ്പോൾ ഈ സീരീസിൻ്റെ നമ്മൾ കാണുമ്പോഴും കുറേയൊക്കെ പോർഷൻസ് നമ്മൾ അവിടെ ചെന്ന് നിന്ന് നമ്മൾ വിറ്റ്നസ് ചെയ്യുന്ന കുറേ പരിപാടികളുണ്ടല്ലോ. നമ്മൾ അവിടെ ചെന്ന് ഒരു വില്ലേജ് ഓഫീസിൽ പോയി നോക്കിയാൽ കാണുന്ന കുറേ തമാശകളും കുറേ പരിപാടികളും. ഇത് ഇപ്പം നമ്മളിപ്പം എന്താ സർക്കാർ ഓഫീസ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു കറപ്ഷൻ എന്നുള്ള സാധനമാണ്. ഇത് അത് മാത്രമല്ല, ഇത് അവിടുത്തെ അവരുടെ ജീവിതവും ഉണ്ട്. എല്ലാ തരത്തിലുള്ള എന്താ പറയുക, എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സിലൂടെ നമ്മൾ പോയിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത്, ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു വില്ലേജ് ഓഫീസറായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് കുറച്ച് സീൻസേ ഉള്ളൂ. അപ്പോൾ അടുത്ത സീസണിലാണ് എൻ്റെ ക്യാരക്ടർ കുറച്ചും കൂടെ വലുതാവുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പോയി നിൽക്കുമ്പോഴും എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് എല്ലാത്തിനും കൺഫ്യൂഷനാണ്, എല്ലാത്തിനോടും കൺഫ്യൂഷനാണ്. അപ്പോൾ എൻ്റെ ഒരു ആശ്രയം എന്ന് പറയുന്നത് സഹിച്ചേട്ടൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ എന്ത് തീരുമാനം എടുക്കുന്നത് ഞാൻ പുള്ളിയുടെ അടുത്ത് പോയി അഭിപ്രായം എടുത്തിട്ട് തീരുമാനം എടുക്കുള്ളൂ. അപ്പോൾ പുള്ളി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആത്മഹത്യ എന്നുള്ള രീതിയാണ്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമ്മളിപ്പോൾ വില്ലേജ് ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഫീൽ ചെയ്ത്, ഇപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത്, നമ്മളൊരു പേപ്പർ കൊണ്ടുപോകുമ്പോൾ ഇതല്ല, ഇത് മറ്റേ പേപ്പർ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ പിന്നെ കുറേ പുതിയ പേജ്, തണ്ടപ്പേജ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നു. അപ്പോൾ ആ പേപ്പർ കൊണ്ടുവരുമ്പോഴത്തേക്കും അത് വേറെ സെക്ഷനിൽ പോകണമെന്ന് പറയുമ്പോൾ, അപ്പോൾ ആ സെക്ഷനിലോട്ട് പോകുമ്പോൾ വില്ലേജ് ഓഫീസ് 2 മാസത്തെ അവധിയാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് നമുക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് കണക്റ്റ് ആവും എല്ലാവർക്കും. ഈ ഒരു സീരീസ് കാണുമ്പോൾ അത് എല്ലാവർക്കും കണക്റ്റ് ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ പുതിയ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ചെയ്തു തുടങ്ങുന്ന തൊട്ട് വേറൊരു എറയിലാണ് നമ്മൾ ചെയ്തു തുടങ്ങുന്നത് സിനിമയൊക്കെ. അപ്പോൾ നമ്മളടുത്ത് ഡയറക്ടേഴ്സ് പെരുമാറുന്നതൊക്കെ വേറൊരു രീതിയിലാണ്. ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ സീനിയർ ഡയറക്ടേഴ്സും അന്നത്തെ ഒരു സിനിമയുടെ ഒരു ഇത് വെച്ചിട്ട് ആക്ടർ ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അതല്ല നമുക്കിപ്പോൾ ഉള്ളത്. അപ്പം ചേട്ടൻ കുറച്ചും കൂടെ ഫ്രണ്ട്ലിയാണ്. ശ്രീകാന്തിന്റെ കാര്യം പറഞ്ഞു. ശ്രീകാന്തിൻ്റെ കൂടെയൊക്കെ ഞാൻ ഇപ്പോൾ ഒരു 2ാമത്തെ 3ാമത്തെ വർക്കാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുമ്പ് കീടോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ചെയ്തത്. അപ്പോൾ നമ്മളൊക്കെ ഭയങ്കര സുഹൃത്തുക്കൾ പോലെയാണ് പെരുമാറുന്നത്. നമുക്ക് എന്തും പറയാം, അവിടെ എന്തോ അങ്ങോട്ടും പറയാം ഇങ്ങോട്ടും എടുക്കാം എന്നുള്ള സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വന്നത് സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട്. കാരണം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടല്ലോ, അവരുടെ അടുത്ത് പറയാൻ പറ്റുന്നുണ്ട്, അങ്ങോട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ ഇതുവരെ ചെയ്ത എല്ലാവർക്കും അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് വർക്ക് ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു ഗുണമുണ്ട്. അസിസ്റ്റന്റ് തഹസിൽദാറായിട്ടാണല്ലോ ഇപ്പം ഇതിൽ നായകൻ ആയിട്ടുള്ള ഷൈജു ഗ്രൂപ്പ് അഭിനയിക്കുന്നത്. അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് അദ്ദേഹത്തിനെ സ്വാധീനം ഉപയോഗിച്ച് ഇപ്പം ഇന്ന് നടക്കുന്ന രാഷ്ട്രീയം അങ്ങനെ തന്നെ ശരിക്കും
കൃത്യമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കഥാപാത്രം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഡബ്ബിങ് സമയത്ത് ഭയങ്കര ഹരായി തോന്നി. കാരണം എപ്പോഴാണ് ഇയാൾ മാറുക എന്ന് പറയാൻ പറ്റില്ല. ഈ രാഷ്ട്രീയക്കാരൻ കൂന്ത് നിറം മാറും പോലെ അപ്പോഴും അപ്പുറത്തും നിൽക്കും ഇപ്പുറത്തും നിൽക്കും, രണ്ട് തോണിയിലും കാലിടും. എന്നിട്ട് പിന്നെ അതുവരെ ഉപകാരം ചെയ്ത ആളെ പിന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഭാവിക്കും. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വരച്ചു വെക്കൽ കഥാപാത്രങ്ങൾക്ക് നടന്നിട്ടുണ്ട്. എൻ്റെ കഥാപാത്രം തന്നെ എനിക്ക് നല്ല ഉദാഹരണമാണ്. ഇയാൾ എഴുതി വെച്ചതും ഇദ്ദേഹം ഡയറക്റ്റ് ചെയ്തതും ഒക്കെ നല്ല അതിൻ്റെ എല്ലാ പക്വതയിലും എത്തിയിട്ടുണ്ടെന്നും ഞാനതാ പറഞ്ഞത്. ശരി. ഇപ്പോൾ 16ഓളം സിനിമകൾ ചെയ്തു അല്ലേ? 16 സിനിമകളോളം ചെയ്തു. ഒരു നടനെ സംബന്ധിച്ച് ഒന്ന് എസ്റ്റാബ്ലിഷ് ആവാൻ ഇപ്പോൾ എത്രമാത്രം പാടാണ്, എത്രമാത്രം എളുപ്പമാണ്? അല്ല, എനിക്ക് ഒരു നടന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നോക്കണേ, നമുക്കിപ്പം ഒരു 90s ആ ഒരു സമയത്ത് എടുത്ത് ഒരാൾ സിനിമയിൽ വന്നാൽ അയാൾ വന്നതാണ്. അപ്പോൾ അയാൾക്ക് പിന്നെ സിനിമകൾ കിട്ടും. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഞാൻ നമ്മളെ കൊളീഗ്സുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ വന്നൊരു സംഭവമാണ്. കാരണം അന്ന് വരുന്നവർ കുറവാണ്. ഇന്നാണെങ്കിൽ ഓരോ സിനിമയിലും കുറേ ആക്ടേഴ്സ് വരും. അപ്പോൾ ഇപ്പം ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇപ്പം പിടിച്ചു നിൽക്കാൻ ഒരു സിനിമയൊന്നും പോരാ, 1-2 സിനിമയൊന്നും പോരാ. ഞാൻ തുടങ്ങിയെടുത്ത് തന്നെയാണ് ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിന്റെ കുറച്ചൊരു ബെറ്റർ അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നതെന്നേ ഉള്ളൂ. ഇപ്പോഴും സ്ട്രഗിൾ അത് എല്ലാ ആക്ടേഴ്സും. ഇപ്പം നമ്മളിപ്പം ഈ പറയുന്ന പോലെ പുതിയ ആൾക്കാരാണ് സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. അങ്ങനെയല്ല. ഇപ്പം ലീഡിങ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഇപ്പം ഒരു നായകനെന്ന് എടുത്തോ, അപ്പം അവർ അഭിമുഖീകരിക്കുന്ന സ്ട്രഗിൾ വേറെ ആയിരിക്കും. അത് മാത്രമേ ഉള്ളൂ, തോത് വ്യത്യാസം ഉണ്ടാകും. നമ്മളെല്ലാം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ചോദിച്ചതിന് ഉത്തരം എന്ന് പറയുന്നത് ഇപ്പം എസ്റ്റാബ്ലിഷ് ആവാൻ കുറച്ചും കൂടെ 1-2 സിനിമ കിട്ടിയാൽ പോരാ, നമുക്കൊരു നല്ലൊരു ക്യാരക്ടർ തന്നെ കിട്ടണം. ഇപ്പം ഞാൻ തന്നെ 2016 ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. പക്ഷെ എന്നെ ഇപ്പോൾ ആൾക്കാർ കൂടുതൽ അറിയുന്ന ജയ്ഹയിൽ വന്നതിന് ശേഷമാണ് ആൾക്കാർ ആ ക്യാരക്ടർ. അപ്പം ഒരു സിനിമ അതിനേക്കാളും ലെന്തുള്ള ക്യാരക്ടേഴ്സ് ഞാൻ വേറെ പടത്തിലും അഭിനയിച്ചിട്ടുണ്ട്. അതെ, താങ്ക് യു. അപ്പം അതിനേക്കാളും മുമ്പ് ഞാൻ കുറച്ച് ഇതിനേക്കാളും ലെന്തുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും വിജയിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ ഒരു നല്ല ക്യാരക്ടർ വരണം, തിയേറ്ററിൽ വിജയിക്കുന്ന സിനിമയാവണം, അതെല്ലാവരും കാണണം എന്നുള്ള ഒരു ഫോർമുല വരുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് നമുക്ക് അപ്പോഴേ ആൾക്കാർ തിരിച്ചറിയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് എന്ന് അതിൻ്റെ ഒരു ഏരിയയിലെങ്കിലും എത്തുള്ളൂ. അപ്പൊ അത് ഭയങ്കര ചുരുക്കമാണ് അങ്ങനെ എത്തുന്നത്. നല്ല ക്യാരക്ടർ കിട്ടിയാൽ മാത്രം പോരാ. ഇവിടെ പുഴു എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചു. സത്യത്തിൽ ആ കഥാപാത്രത്തിൽ എനിക്ക് 32ഓളം ഇന്റർവ്യൂ കിട്ടിയത്. ഒരു മനുഷ്യന് 32ഓളം ഇന്റർവ്യൂക്കൊന്നും പോകില്ല. 10 ഇന്റർവ്യൂക്ക് ആയപ്പം സിനിമയുടെ ആൾക്കാർ ഓവർഫ്ലോ നിർത്തിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറയും, ദയവ് ചെയ്ത് ഇനി എന്നെ വിളിക്കരുത്, എനിക്കിനി പറയാനൊന്നുമില്ല. അപ്പോൾ അവരെന്താ പറയാന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഈ ജോലിക്കാരാണ് ഞങ്ങൾ, ഇത് മുകളിൽ നിന്നുള്ള ഓർഡറാ, നിങ്ങളെ കൊണ്ടു ചെന്ന് ഞങ്ങളെ ജോലി പോകും, ദയവ് ചെയ്ത് വാ ചേട്ടാ അറിഞ്ഞ് കയ്യും കാലം പിടിക്കും. അപ്പം നമ്മൾ ഈ ഒരു മനസ്സലി വിചാരിച്ചിട്ട് പോകും. അങ്ങനെ പോയി 32 ഇന്റർവ്യൂ മറ്റു ചെയ്തു. എല്ലാ പത്രങ്ങളിലും മുഖടിച്ചു വന്നു. പിന്നെ മാസികളിലൊക്കെ നമ്മളെ ഫ്രണ്ട് പേജ് നമ്മളെ മുഖമായിരുന്നു. ഞാൻ വീട്ടിലിരിപ്പായിരുന്നു. അതിൻ്റെ കാര്യം എന്നറിയോ? കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മളാരും വിളിക്കാത്ത കേട്ടപ്പോൾ അങ്ങോട്ട് വിളിക്കും. അപ്പോൾ ഞാൻ അപ്പുണ്ണി ശശിയാണ്. അപ്പുണ്ണി ശശി, അയ്യോ ചേട്ടാ നിങ്ങൾ എന്ത് പരിപാടിയാണ് ചേട്ടാ ചെയ്തു വെച്ചിരിക്കുന്നു, അത്ഭുതപ്പെട്ടു പോയിട്ട് കണ്ട് ഞെട്ടിപ്പോയി. പക്ഷെ നിങ്ങൾക്ക് പറ്റിയ സംഭവം ഒന്നും ഇനി തരാൻ നമ്മുടെ കയ്യിലില്ല. കാരണം ആ ലെവലിൽ ചെയ്ത ഒരാൾക്ക് എന്താ എടുത്തു തരിക? പിന്നെ കുറച്ച് നിറം കുറയണം. കാരണം ആ കഥാപാത്രം നിറം കുറഞ്ഞ ആളാണല്ലോ വേണ്ടത്. എല്ലാം കൂടി ഒത്തു വന്നപ്പോൾ വന്നതാ, അല്ലാതെ നമ്മൾ തിരഞ്ഞെടുത്തതല്ല. നമുക്ക് ചോയ്സ് ഇല്ലല്ലോ തിരഞ്ഞെടുക്കാൻ, എവിടെ പോയി തിരഞ്ഞെടുക്കാൻ. ആ സമയത്തൊക്കെ ആൾക്കാർ പറയും ഈ സെൽഫ് പ്രൊമോഷൻ ചെയ്യണം, അങ്ങനെയൊക്കെ സംഭവം ചെയ്യണം. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലത്തൊക്കെ ചായ കുടിക്കാൻ പോകുമ്പോൾ ആൾക്കാർ വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കൊരു അയ്യോ. സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കണ്ണമ്മീനെ പിടിക്കും. അപ്പോൾ ഒരു 10 പ്രാവശ്യമൊക്കെ പിടിച്ചാൽ ഒരു കണ്ണമ്മീൻ അതിൽ കുടുങ്ങുള്ളൂ. അതേപോലെയാ സിനിമ.